സച്ചിദാനന്ദൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിഷം കലർന്ന ഭക്ഷണം മനഃപൂർവ്വം തന്നതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല സർ, ഒരിക്കലുമില്ല. Then objection overruled. Defense may continue. താങ്ക് യു, യുവർ ഓണർ. യുവർ ഓണർ, ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നത് സത്യമാണ്. ഭക്ഷണത്തിൽ ആരോ വിഷം കലർത്തിയിരുന്നു എന്നതും സത്യമാണ്. എന്നാൽ ഭക്ഷ്യവിഷബാധയിൽ മരിച്ച വക്കച്ചൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുള്ളത് ഭക്ഷണത്തിൽ കലർന്ന വിഷം കൊണ്ടല്ല. അതിനുള്ള എവിഡൻസ് ആയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഈ കോടതിയിൽ സമർപ്പിക്കുന്നു. അത് മാത്രമല്ല യുവർ ഓണർ, പത്രത്തിൽ വന്ന ഈ വാർത്തയും അങ്ങ് കണ്ടു കാണും. അങ്ങയുടെ ശ്രദ്ധയിലേക്കായിട്ട് പത്രം ഈ കോടതിക്ക് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായ ശാലിനി മാഡം ഒരു ദിവസം രുചികരമായ ഈ ആഹാരം കഴിക്കാൻ എന്റെ കക്ഷിയുടെ പഴങ്കഞ്ഞി കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിച്ച ആഹാരത്തിന്റെ രുചിയെക്കുറിച്ച് അവർ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്തു. ആ വാർത്ത വൈറലായ പത്രമാണ് ഇപ്പൊ അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. ആർക്കെങ്കിലും വിഷം കലർത്തി കൊടുക്കാനാണെങ്കിൽ ഒരമ്മ സ്വന്തം മരുമകന് ആ വിഷം കലർത്തിയ ഭക്ഷണം കൊടുക്കുവോ? ഒരിക്കലുമില്ല. സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു കട നടത്താൻ അവർ ധൈര്യപ്പെടുവോ? യഥാർത്ഥത്തിൽ അന്ന് കൂടുതൽ മരണങ്ങൾ നടക്കേണ്ടതായിരുന്നു യുവർ ഓണർ. കാരണം ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കഴിക്കേണ്ടിയിരുന്നതും ആ ഭക്ഷണം തന്നെയായിരുന്നു. അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഈ അപകടം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് അവരത് കഴിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ ഈ കക്ഷി പോലും ജീവനോടെ കാണില്ലായിരുന്നു. ബട്ട് യുവർ ഓണർ, യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചതി നടന്നിട്ടുണ്ട്.